ഇപ്പോൾ വിളിക്ക് പത്രസമ്മേളനം നടത്താനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം കുറ്റ്യാടിയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പത്രസമ്മേളനമൊക്കെ ഇതേ സ്ഥലത്ത് നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1150 കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ 2016 മുതൽ 2021 വരെ ഞാനായിരുന്നു അവിടെ ജനപ്രതിനിധിയായി ഉണ്ടായിരുന്നത്. അപ്പോൾ UDFൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതുകൂടെ അവകാശപ്പെട്ടാണ് ഇപ്പോൾ 1150 കോടിയുടെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ഞങ്ങൾ വികസനം എവിടെയും പറയും, വികസനം ഞാനിതിന് കൊടുത്ത തലക്കെട്ട് തന്നെ വികസനം ഫ്ലെക്സിലല്ല മണ്ണിലാണ് വേണ്ടതെന്ന്. ബോർഡിൽ നോക്കിയാൽ കാണുന്നത് നമുക്ക് അതത് പ്രദേശങ്ങളിൽ കാണണ്ടേ. അങ്ങനെ ഒരു വികസനം അവിടെ നടന്നതായി ഈ 1100 ചില്ലാനം കോടിയുടേത് കാണുന്നില്ല എവിടെയും. കണക്ക് കൂട്ടിയപ്പോൾ ഒരു 300 ചില്ലാനം കോടി ഏതാണ്ട് എത്തുന്ന ഒരു റിപ്പോർട്ടാണുള്ളത്. ഇതിലിപ്പോൾ കുറ്റ്യാടിയിൽ ഞാൻ 2021 വെച്ച ബോർഡാണ് 2016-21 കാലത്ത് 21 ഞാൻ വെച്ച ബോർഡാണ് 730 കോടിയുടെ വികസന പ്രവർത്തനം. അത് വളരെ കൃത്യമായി കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ, കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം 5 കോടി രൂപ, ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിൽ 2020 സെപ്റ്റംബർ 9 നാടിന് സമർപ്പിച്ചു. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ ഗവൺമെൻറ് മൊകേരി കോളേജിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് 7.69 കോടി രൂപ അനുവദിച്ചു. കിറ്റ്കോയ്ക്കാണ് നിർവഹണ ചുമതല. 9/9/2020 ULCC പ്രവൃത്തി ഏറ്റെടുത്തു. 2021 ഫെബ്രുവരി 16 പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. കുറ്റ്യാടി ബൈപ്പാസ് 1.5 കിലോമീറ്ററോളം നീളം 15 മീറ്റർ വീതി റോഡാണ് കുറ്റ്യാടി ബൈപ്പാസ്. 2016-17 സംസ്ഥാന ബഡ്ജറ്റിലെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 30 RBDC തയ്യാറാക്കിയ DPR പ്രകാരം 37.96 കോടി രൂപ കിഫ്ബി അംഗീകാരം ലഭിച്ചു. ലാൻഡ് അക്വിസിഷൻ നടപടികൾ പുരോഗമിച്ചു വരുന്നു. അങ്ങനെ ഓരോ പദ്ധതികളും ഇപ്പോൾ കിഫ്ബി വില്യാപ്പള്ളി കുറ്റ്യാടി ബൈപ്പാസ്, നിങ്ങൾ ബൈപ്പാസിൻ്റെത് കാണേണ്ടത്, നേരത്തെ ബൈപ്പാസിന് തുക അനുവദിച്ചിട്ടുണ്ട്, LAക്ക് 2 കോടി എന്ന് പറയുക എന്നല്ലാതെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. 2016 ഞാൻ അവിടെ MLA ആയി വരുമ്പോൾ ഇതിൻ്റെ അന്വേഷണം എവിടെയാണ് ഈ LA അനുവദിച്ച സംഖ്യ എവിടെയാണ്, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ മനസ്സിലാകുന്നത് 1400 മീറ്റർ വരുന്ന റോഡ്, ആ ബൈപ്പാസ് ഒരു തണ്ണീർത്തടത്തിലൂടെയാണ് പോകുന്നത് എന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസറും കൃഷിഭവനും ഇവരൊക്കെ കൂടി ചേർന്നുണ്ടാക്കിയ രേഖ. അത് ഏതാണ്ട് ഒരു 10, 15, 20 വർഷമായിട്ട് 2016 മുമ്പ് ഏതാണ്ട് എനിക്കൊന്ന് 2005 മുതലുണ്ടാവും ആ പദ്ധതി. അതങ്ങനെ തുടർന്ന് പോകാമെന്നല്ലാതെ ആരും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതന്വേഷിച്ചപ്പോഴാണ് കണ്ടെത്തിയത് ഇത് തണ്ണീർത്തടമായത് കൊണ്ടാണ് ഇത് നടക്കാത്തത്. അതിൻ്റെ ചുവപ്പ് എന്തൊക്കെയാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഞാനിത് അന്വേഷിച്ചപ്പോൾ ഈ 1400 മീറ്റർ റോഡ് പോകുന്നത് കുറ്റ്യാടി കായക്കൊടി പഞ്ചായത്തുകളിലൂടെ എന്നാണ്. എന്നാൽ കുറ്റ്യാടി പഞ്ചായത്തിലൂടെ കായക്കൊടി പഞ്ചായത്തിൽ അത് ടച്ച് ചെയ്യുന്ന പോലുമില്ല. ആ നിയമക്കുരുക്കൊക്കെ അഴിച്ചു മാറ്റി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് 1200 മീറ്റർ, 1400 മീറ്ററാണ് ടോട്ടൽ, 1200 മീറ്റർ പെഗ്മാർക്ക് ചെയ്തു. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് CPM അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാക്കുന്നു, പല വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, അത് തടയാനുള്ള ശ്രമം നടത്തുന്നു. എന്നിട്ടും
2021 ഞാൻ പരാജയപ്പെട്ടു. 2021 മെയ് മാസത്തെ ആദ്യത്തെ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററുടെ സബ്മിഷൻ പിന്നെ നിയമസഭയിൽ ആ സബ്മിഷൻ അദ്ദേഹം ഉന്നയിച്ചത് കുറ്റ്യാടി ബൈപ്പാസ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, കുറ്റ്യാടിയിലെ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ബൈപ്പാസ് യാഥാർത്ഥ്യമാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർക്കും നെറ്റിലടിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും, എൻ്റെ കയ്യിലുണ്ട് ആ സാധനം. അപ്പോൾ അതിന് മന്ത്രി റിയാസിൻ്റെ മറുപടി ഉണ്ട്. 2016 മുതൽ 2021 വരെ ഡേറ്റ് ഇട്ടുകൊണ്ട് ഇന്നേ ഡേറ്റ് 2014 ഇത്രാം തീയതി ഇന്ന മിനിസ്റ്റർ KSIDCയുടെ ചെയർമാൻ MDയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം, വ്യവസായ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം, അങ്ങനെ ഓരോന്ന് അക്കമിട്ട് 2021 വരെ നടന്ന പ്രവൃത്തിയാൾ പറയാം 16 മുതൽ. എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ച് MLAയോട് മറുപടി ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് 90% വർക്ക് കഴിഞ്ഞിരിക്കുന്നു, 10% ബാക്കിയുള്ളൂ, അത് ഉടനെ പൂർത്തിയാക്കും. അതിപ്പോഴും ആ 10% 5 വർഷം കഴിഞ്ഞിട്ടും അവിടെ ആ 10%-ൻ്റെ ബാക്കി എല്ലാ കുരുക്കും അവിടെ അഴിച്ചിട്ടുണ്ട്, ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു എല്ലാ പദ്ധതികളും ഞാനത് കൂടുതലായി പിന്നെ ഇത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി ഞാൻ തരാം. ഒന്ന് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്, വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് കുറ്റ്യാടി നിയോജകമണ്ഡലത്തിലെ ഏറെ പ്രാധാന്യമുള്ള പാതയാണ്. 16 കിലോമീറ്ററാണ് ദൈർഘ്യം, 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്, 7 മീറ്റർ ടാറിങ്, 66.3 കോടി രൂപയാണ് DPR പ്രകാരമുള്ള എസ്റ്റിമേറ്റ്. KRFB കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർവഹണ ചുമതല. ഫ്രീ സറണ്ടറായാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. മേൽപദ്ധതിക്ക് സാമ്പത്തിക അനുമതി ലഭിച്ചു, ടെൻഡർ നടപടി ആരംഭിച്ചു. ഇത് എപ്പോഴാണ് പറയുന്നത്? 2021-ലാണ്. ഇതെല്ലാം കഴിഞ്ഞു വെച്ചതാണ്. അതെങ്ങനെ? ഞാനിപ്പോൾ ഈ വികസനത്തിന് ഒന്നും ഇപ്പോൾ ഇതിൻ്റെ പേറ്റൻറ്റ് UDF ആണ് ഞങ്ങളാണ് എന്നൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇത് ഒരു തുടർച്ച, ഗവൺമെൻറ് മാറി മാറി വരുമ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ളതിലാണ്. പക്ഷേ ഇത് മുഴുവൻ, ഇതിൻ്റെ പേറ്റൻറ്റ് മുഴുവൻ 2021 മുതൽ 26 വരെയുള്ള MLAക്കാണ് എന്ന അവകാശവാദം അതൊരിക്കലും യോജിച്ചതല്ലല്ലോ. അത് ഒരു കാരണം, ഒരു എത്തിക്സ് ഇല്ലേ? ഇപ്പോൾ ഞാൻ അവിടെ ഏതാണ്ട് പിന്നെ 60 ലക്ഷത്തോളം രൂപ, 60 ലക്ഷം എന്നാണ് എൻ്റെ ഓർമ്മ, ഹൈമാസ് ലോമാസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഈ ലൈറ്റിൻ്റെ മുകളിലൊക്കെ തന്നെ പാറക്കൽ അബ്ദുള്ളയുടെ ബോർഡുണ്ട്, നേരത്തെ വെച്ചതാണ്. അതിൻ്റെ മേലെ ഒരു ചുവന്ന ബോർഡ് കുഞ്ഞമ്മദ് കുട്ടി MLA എന്ന് പറഞ്ഞ് ബോർഡ്. അത് നിങ്ങൾക്കിത് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിങ്ങനെ ഒരു ബോർഡോ 2 ബോർഡോ അല്ല, എൻ്റെ ഇത് ക്ലാവ് പിടിച്ചിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ ഉള്ള പാറക്കൽ അബ്ദുള്ള, അതിൻ്റെ മേലെ ബോർഡ് വെക്കുകയാണ്. ഇതെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു MLA 140 നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇങ്ങനൊരു ജോലി ആരെങ്കിലും ചെയ്യും? ഇത് മറ്റേ ആളുകളുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ആരാ എൻ്റെ കുട്ടിയുടെ പിതൃത്വം? അപ്പോൾ അങ്ങനെ തുടങ്ങി ഓരോ കൊട്ടോത്തട്ടക്കുണ്ട് കടവ് റോഡ് എസ്റ്റിമേറ്റ് 83.43 കോടി. നിർവഹണ ഏജൻസി KRFB. ഭൂമി ഏറ്റെടുക്കൽ നടപടി പുരോഗമിച്ചു വരുന്നു. പ്രഥമഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് 10 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. എന്നിട്ട് ഭൂമി ഏറ്റെടുക്കലിൻ്റെ പ്രവൃത്തി വരെ അവിടെ ആരംഭിച്ചതിന് ശേഷമാണ് അവിടെ ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊന്ന് നിങ്ങൾ കണ്ടത് പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്, തിരുവള്ളൂരിൻ്റെയും പിന്നെ വേളത്തിൻ്റെയും ഇടയിലുള്ള. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മുതൽ ഇവിടെ സമരം തുടങ്ങിയില്ല. വടകര കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇത് വെള്ളം കുടിക്കേണ്ടി വരുന്നു മുനിസിപ്പാലിറ്റി ഇല്ലേ? അതിൻ്റെ ഞാൻ ഇതൊക്കെ കണക്കെടുത്ത് 2016 MLA ആയതിനു ശേഷം ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് കുറ്റ്യാടി. ഇവിടുന്ന് ഏതാണ്ട് 17-18 കിലോമീറ്റർ കോരപ്പുഴയിലെ വെള്ളമാണ് പിന്നെ കോരപ്പുഴയിലൂടെ അറബിക്കടലിൻ്റെ വെള്ളം കയറുകയാണ്. അത് കയറി 17 കിലോമീറ്റർ അകലെയുള്ള കുറ്റ്യാടിയിലെ ശുദ്ധജല സ്രോതസ് മുഴുവൻ
അപകടപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തിയാലാണ് അവിടെ കൃഷിക്കും കുടിവെള്ളത്തിനും പരിഹാരം ഉണ്ടാവുള്ളൂ. അത് പ്രാഥമികമായത്, അത് കുടിവെള്ളമല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് അതിന് പ്രൊജക്റ്റ് ഉണ്ടാക്കി. 2 പ്രാവശ്യം ഞാൻ ഗവൺമെൻറ് സമർപ്പിച്ച അംഗീകാരം കിട്ടിയില്ല. അവസാനം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 3ാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രി ഡയറക്റ്റ് കണ്ട് എന്നിട്ടാണ് ആ പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കാണേണ്ടത് 1.5 വർഷം കൊണ്ട് പൂർത്തിയാവുമെന്നാണ് പറഞ്ഞത്. പണി ആരംഭിച്ചത് 2020-ലാണ്. പിന്നെ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നത് വരെ അതിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. 22% വർക്ക് പോലും ടോട്ടൽ നടന്നിട്ടില്ല. ആ MLA പിന്നെ കോൺട്രാക്ടർ പാർട്ട് പേയ്മെൻറ്റിന് ചോദിച്ചു. അദ്ദേഹത്തിന് കിട്ടിയില്ല, കൊടുത്തില്ല ഇവർ. അപ്പോൾ വീണ്ടും ഞാൻ MLA ആയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ഇടപെട്ടു, കിട്ടിയില്ല. രണ്ടാമത് പിന്നെ കുഞ്ഞമ്മദ് കുട്ടി മാഷ് വന്നപ്പോൾ പാർട്ട് പേയ്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുകയും പറയുകയും ചെയ്തു. ഒരു ശ്രമവും നടന്നില്ല. അവസാനം എന്തുണ്ടായിരുന്നു, അദ്ദേഹം കോടതിയിൽ പോയി. ഇപ്പോൾ ഒരു വർക്കും നടക്കാതെ 5 വർഷമായി. അത് പ്രാഥമികമായി കുടിവെള്ളം കിട്ടാൻ കുറ്റ്യാടി നമ്മളെ കൃഷി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് കുറ്റ്യാടി, വേളം, ആയഞ്ചേരി, ഈ ഭൂപ്രദേശങ്ങളൊക്കെ, തിരുവള്ളൂർ. അവിടെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന് വർക്ക് തുടങ്ങിയിട്ട് അതൊരു ഇഞ്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പണിയെടുക്കാതെ എന്ത് വികസനം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിരവധി ഒരു വിഷയം മാത്രമല്ല. ഇപ്പോൾ പിന്നെ അവിടെ ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ട വിഷയം. ഡയാലിസിസ് ഒരു ദിവസം പിന്നെ മഴക്കാലത്താണ് വലിയ മരം പൊട്ടി ഈ ഡയാലിസിസ് നടക്കുന്ന സ്ഥാപനം പഴയ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടാൻ കുറ്റ്യാടി പഴയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കെട്ടിടത്തിൻ്റെ മേലെ വീണു. ദൈവാധീനം കൊണ്ട് ഡയാലിസിസ് പേഷ്യൻ്റ് 40 പേരോ 42 പേരോ മറ്റോ അവിടെ ഡയാലിസിസ് നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ദൈവാധീനം കൊണ്ട് അവർക്ക് പരിക്കൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു കഷ്ടിച്ച്. പിറ്റേ ദിവസം യോഗം ചേർന്ന് 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. 2021 ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. 2026 ഏതാണ്ട് 90-100 ആളുകൾക്ക് ഡയാലിസിസ് സൗകര്യം ചെയ്യാനുള്ള സൗകര്യമാണ്. 40-42 ആളുകളാണ് അവിടെ ചെയ്തു വരുന്നത്. ഏതാണ്ട് 19 ആളുകൾക്ക് 5 വർഷമായി അവർക്ക് സൗകര്യം ലഭിക്കുമായിരുന്ന ഡയാലിസിസ് പേഷ്യൻ്റ് അത് മുഴുവൻ നിഷേധിച്ചു. ഇന്നും 1.5 മാസം മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം RO പ്ലാന്റ് ഇല്ല, വേറെ യാതൊരു സൗകര്യവും ഇല്ല. ഇതില്ലാതെ ഇപ്പോഴും വെറുതെ ഉദ്ഘാടനം ചെയ്ത് കിടക്കുകയാണ്. അവിടെ ഇപ്പോഴും അതിൻ്റെ ഒരു വർക്ക് നടന്നിട്ടില്ല. 5 വർഷം മുമ്പ് പണി പൂർത്തിയാക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ നിങ്ങളടുത്ത് പറഞ്ഞ റിപ്പോർട്ട് വന്ന് 9 വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കെട്ടിടവും സ്വന്തം കെട്ടിടത്തിലല്ലാതെ പ്രവർത്തിക്കുന്നില്ല. എല്ലാം ഞാൻ സ്വന്തം കെട്ടിടത്തിലാക്കുന്നതാണ് പറഞ്ഞത്. 9 സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണെന്ന് ആകെ നമ്മുടെ മണ്ഡലത്തിലുള്ളത്. മണിയൂരുള്ള ഹയർ സെക്കൻഡറിയും കുറ്റ്യാടിയുള്ള അതും കഴിഞ്ഞാൽ പിന്നെ വില്യാപ്പള്ളിയിലില്ല, പുറമേരിയിലും ഗവൺമെൻറ് പിന്നെ ഇല്ല. പിന്നെ ഉള്ളത് പിന്നെ വേളം, കുന്നമ്മൽ, ആയഞ്ചേരി, ഇവിടെ ടോട്ടൽ 9 എണ്ണമാണ് ഉള്ളത്. ഈ 9-ന് അരമ്പോൽ സ്കൂളിൽ അദ്ദേഹം ഫണ്ട് കൊടുത്തിട്ടുണ്ട്, 1 കോടിയും ചില്ലറി. ബാക്കി മുഴുവൻ ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊടുത്തതാണ്. 8 സ്കൂളിലും. അരമ്പോലിൽ നമ്മൾ ബസ് കൊടുത്തു എന്നതിൻ്റെ സംശയം ഇല്ലേ? ബസ് കൊടുത്തു. അരമ്പോൽ ആവശ്യപ്പെട്ടത് ബസ്സാണ്. അന്ന് ഞങ്ങൾ ഉള്ളപ്പോൾ ആവശ്യപ്പെട്ടത് ബസ്സാണ്, ബസ് കൊടുത്തു. അതുപോലെ തന്നെ തിരുവള്ളൂർ ബസ് ആവശ്യപ്പെട്ടു. ഞാൻ PTA കമ്മിറ്റിയും അധ്യാപകരെയും ഒക്കെ വിളിച്ചിട്ടാണ് എന്താണ് ആവശ്യം എല്ലാ സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളിൽ ആവശ്യമുള്ളിടത്തൊക്കെ കെട്ടിടക്കും. പറമ്പിൽ സ്കൂളിന് 1 കോടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വട്ടോളി പിന്നെ UP സ്കൂളിന് 1 കോടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് എല്ലാ വാടക കെട്ടിടമാക്കിയിട്ട് ഞാനൊക്കെ സ്വന്തം കെട്ടിടത്തിലാക്കി എന്ന് പറയുന്നത് എവിടെയാണ്? അപ്പോൾ ഇതൊക്കെ ഒരു ഗിമ്മിക്ക്, ഒരു PR വർക്ക്. ശരിക്ക് എന്താണ്
ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇപ്പോൾ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ചെയ്യുന്ന അതേ ഗിമ്മിക്ക് PR വർക്കാണ് കുറ്റ്യാടിയിൽ നടക്കുന്നത്. ഇപ്പോൾ വേറൊന്ന് വില്യാപ്പള്ളി ITI. നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു ITI. കുറ്റ്യാടി എങ്ങനെയാണ് 2 വന്നത്? മണിയൂരുണ്ട്, വില്യാപ്പള്ളിയുണ്ട്. എങ്ങനെയാണ് 2 വരാൻ സാധ്യതയില്ലല്ലോ. ഒന്നല്ലേ വരാൻ സാധ്യതയുള്ളൂ. എന്താ കാരണം നിങ്ങൾക്കറിയാമോ? അന്ന് വടകര നിയോജക മണ്ഡലത്തിലായിരുന്നു വില്യാപ്പള്ളി. ആ വില്യാപ്പള്ളിയിൽ വടകര എപ്പോഴായിരിക്കണം? അത് 2006 മറ്റോ പ്രഖ്യാപിച്ച സാധനം. ഞാൻ 2016 വരുന്നത് വരെ പൊടി തട്ടിക്കിടക്കായിരുന്നു. അത് ഞാൻ എടുത്തു കൊണ്ടുവന്നു. അപ്പം ഞാൻ അതിൻ്റെ ഫയലും കടലാസും ഇതൊക്കെ പരിശോധിച്ചു. അപ്പോൾ പഞ്ചായത്ത് ഭൂമി തരാം എന്ന് പറഞ്ഞിട്ട് വാക്കത്തുണ്ടെന്ന് ITI അനുവദിക്കാമെങ്കിൽ. അങ്ങനെ പഞ്ചായത്തുകാരെ എടുത്ത് പോയി അവരെ വ്യവസായ എസ്റ്റേറ്റ് അവിടെ ഭൂമി റെഡിയാക്കി തന്നു. അപ്പോൾ ഇതിന് ഒരു എന്ത് വകുപ്പാണ് എന്നോട് മറന്നുപോയി. പിന്നെ നമ്മുടെ TP രാമകൃഷ്ണൻ മിനിസ്റ്ററാണ് അതിൻ്റെ മിനിസ്റ്റർ. അപ്പോൾ ഞാൻ അയാളെടുത്ത് പോയി. അങ്ങനെയാണ് ഇവിടെ ബിൽഡിങ്ങിന് ഫണ്ട് അനുവദിക്കുന്നത്. ആ വർക്കാണ് 2006 വന്നിട്ട് ഞാൻ 2016 വരുന്നത് വരെ അവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് 2 മണിയൂരുമായി നമ്മൾ. അപ്പോൾ ഇതൊന്നും ഈ പിന്നെ ഈ 2021 ശേഷം MLA ചെയ്ത വർക്കേ അല്ല മണിയൂരും പിന്നെ വില്യാപ്പള്ളിയും. അതുപോലെ പിന്നെ പൊന്മേരി റൈസ് ഓഫീസ് ഞാനാണത് ഉദ്ഘാടനം ചെയ്തത്. ഓൺലൈനായി മുഖ്യമന്ത്രി ഞാനാണത് അതിൻ്റെ ഇതൊക്കെ പ്രവൃത്തി നടത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാ വർക്കും ഞാൻ 730 കോടിയുടെ വർക്കും പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വർക്ക് 522 കോടി രൂപയുടെ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ജൽജീവൻ മിഷനാണ്. ജൽജീവൻ മിഷൻ ആരെ പദ്ധതിയാണ്? അത് 2019 കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ മുഴുവൻ വീടുകളിലും 4 ലിറ്റർ വെള്ളം, ഒരു വീട്ടിന് 4 ലിറ്റർ വെള്ളം ശുദ്ധജലം എത്തിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി 2019 അനൗൺസ് ചെയ്തു. 20 അത് ഞങ്ങൾക്കൊക്കെ റിപ്പോർട്ട് വന്നു, അപേക്ഷ ക്ഷണിക്കാൻ പറഞ്ഞു. 21 പഞ്ചായത്ത് ഡയറക്റ്റ് ആണ്. അത് MLA ഇതൊന്നുമില്ല. അതിന് MLA ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ആ 522 കോടി അയാളുടെ വികസന രേഖയാണെങ്കിൽ ഞാൻ പറയട്ടെ, പിന്നെ എന്തിനാ തൊഴിലുറപ്പ് പദ്ധതി അയാൾ വെറുതെ വെക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതി അതിൽ ചേർക്കണം. അതും തീർന്നില്ല. ലൈഫുണ്ട്, ലൈഫും വെക്കണം. ഇതൊക്കെ MLAൻ്റെ വെക്കണമല്ലോ. അതിൻ്റെ റോഡും പിന്നെ വേറൊന്ന് 110 റോഡുകൾ എന്ത് ചെയ്തു നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ മാതൃഭൂമിയിൽ റിപ്പോർട്ടുണ്ട്. 110 റോഡുകൾ പിന്നെ പരിഷ്കരിച്ച് സമുദ്ധരിച്ചു എൻ്റെ ഇത് ഇതൊന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ട ഈ ജൽജീവൻ മിഷൻ പോകുന്ന വഴിയിലുള്ള റോഡുകൾ കുത്തിപ്പൊളിക്കുക. അപ്പം തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ കുത്തിപ്പൊളിക്കുന്നത് പഞ്ചായത്തിന് കാശ് കെട്ടി വെക്കണം. അത് ഇത്രയും കൊല്ലമായിട്ട് നടക്കാതെ ഇപ്പം 100 കണക്കിന് റോഡ് വേറെയുണ്ട്. ഈ കുത്തിപ്പൊളിച്ച റോഡ് ടാർ ചെയ്തപ്പോൾ അതും MLAയുടെ നേട്ടമാണ് എന്ന് നോക്കണം നിങ്ങൾ. ജൽജീവൻ മിഷൻ കുത്തിപ്പൊളിച്ചിട്ട് അത് വലിയ നേട്ടമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഞാനിതിലൊന്നും നേട്ടം പറഞ്ഞോട്ടെ, വികസനം പറഞ്ഞോട്ടെ. 2016 ശേഷമാണല്ലോ ഈ കുറ്റ്യാടി വികസനം ചർച്ച ചെയ്ത്. അതിന് മുമ്പൊരു വികസനം ഇപ്പോൾ സന്തോഷമുണ്ട്, കാരണം വികസനം ചർച്ച ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഈ പദ്ധതികളിൽ നിങ്ങൾ ഓരോന്നും ഇതാ ഞാൻ കൊണ്ടുവന്ന 730 കോടി രൂപയുടെ പദ്ധതി. ഇതിൽ ഒരു ഡിബേറ്റ് വെച്ചാൽ അതിന് ഞാൻ തയ്യാറാണ്. ഇത് മുഴുവൻ ഇതിലുണ്ട്. ഇത് സർക്കാരിൻ്റെ പേപ്പറുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ സംഗതികളുമുണ്ട്. മറ്റത് ഈ 1100ൻ്റെ ഇത് അദ്ദേഹം കാണിച്ചു തരട്ടെ ഏതാന്നുള്ളത്. നമ്മൾ കുറ്റ്യാടി എന്നും ബ്രാൻഡ് ചെയ്യുന്നത് ഏതാ നാളികേരമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നാളികേരം നേരത്തെ 115 ഏക്കർ അവിടെ, അതും എനിക്ക് തോന്നുന്നു 2006 മറ്റോ പിന്നെ മണിമലയിൽ എടുത്തിട്ടുണ്ട്. LDF ഭരണകാലഘട്ടത്തിലാണ് അത് പർച്ചേസ് ചെയ്തൊക്കെ. അത് ഞാൻ 2016 വരുമ്പോൾ അതങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു വലിയ ബുദ്ധിമുട്ടായി. കാടും ഒരു ഭാഗത്ത് പിന്നെ മൃഗങ്ങളും വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നിടത്താണുള്ളത്. നേരത്തെ അത് ഒരു പ്രൈവറ്റ് സെക്ടറിലായിരുന്നപ്പോൾ അവർ വൃത്തിയാക്കിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഇത് ഏറ്റെടുത്തപ്പോൾ
പിന്നെ ആരും നാഥനില്ലാതായി, കാട് വളർന്നു. ഇപ്പോൾ 2016 അവിടുത്തെ ജനങ്ങളൊക്കെ ഇതിങ്ങനെ വലിയ പ്രതീക്ഷയോടെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി അപ്പോൾ ആദ്യം EP ജയരാജനായിരുന്നു. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം മാറി. AC മൊയ്തീൻ വന്നു. അപ്പോൾ AC കണ്ടു. അദ്ദേഹം ഇവിടെ വടകര TVയിൽ വന്നു. നിങ്ങൾ പത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരുമിച്ച് പോയി, മണിമലയിൽ പോയി ആ സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വെച്ച ഡിമാൻഡ് ഒരു 3 കോടി രൂപയെങ്കിലും ഇതിന് ചുറ്റുമതിൽ കെട്ടാൻ. കാരണം ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നം, ഇതിൻ്റെ ബുദ്ധിമുട്ട്, കാട് പിടിച്ച് കിടക്കണം, ഈ കാട് വെട്ടിത്തെളി. അപ്പം 3 കോടി രൂപ അദ്ദേഹം അനുവദിച്ചു. 30 കോടി രൂപയുടെ ഭരണാനുമതി ഇതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. KSIDCയുടെ MD ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിന് ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആരാ പർച്ചേസ് ചെയ്ത്? ഇതൊരിക്കലും ലാഭകരമായി അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ചോദിച്ചെന്താ? ഇത് 80 ഏക്കറുടെ മേലെ ചെങ്കുത്തായ സ്ഥലമാണ്. 35 ഏക്കർ മാത്രമേ സമനിരപ്പുള്ളൂ. ബാക്കി ഈ ചെങ്കുത്തായ സ്ഥലത്ത് എന്താ ചെയ്യുന്നത്? അവിടെ ഒരു ഹെലിപ്പാഡും ഒക്കെ വരച്ച് കാണിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി ഈ ഹെലിപ്പാഡ് വരച്ച് വെച്ചിട്ടുള്ളത്? ഞാൻ പറയും ഇതൊന്നും എനിക്കറിയില്ല, നേരത്തെയുള്ള ആളുകൾ ചെയ്താണ്. ഇപ്പോൾ ലാഭവും നഷ്ടം, ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കുറ്റ്യാടി നാളികേരം എന്ന് പറയുന്നത് അത് ഒരു ബ്രാൻഡ് ചെയ്തൊരു സാധനമാണ്. വലിയ പ്രതീക്ഷയിൽ ജനങ്ങൾ ആ കാർഷിക മേഖലയിൽ വലിയ ഉണർവുണ്ടാവും. അതിന് വേണ്ടിയുള്ള സംഗതി. അപ്പോൾ അവസാനം ശരി നോക്കാം എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ ഇവർ ചവിട്ടി ഞാൻ എൻ്റെ കാലം കഴിയുന്നത് വരെ ഈ 3 കോടിയുടെ വർക്ക് പോലും ആരംഭിക്കാനുള്ള ഇത് ഇവിടെ ഇവർ അനുവദിച്ചില്ല. നിങ്ങൾക്ക് നോക്കിയാൽ ഇതൊന്നും ഞാൻ 3 കോടി അനുവദിച്ചതിൻ്റെയൊക്കെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം പിന്നീട് പുതിയ മിനിസ്റ്റർ വന്നു. 2021 ശേഷം രാജീവ് മിനിസ്റ്റർ വന്നു. വലിയ പരിപാടി നടത്തി. 1.5 വർഷം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഈ നാളികേര വികസന പാർക്കിൻ്റെ ഉദ്ഘാടനം നടക്കും. പണി പൂർത്തീകരിച്ച് അവിടെ ഒരു മൊട്ടുസൂചിയുടെ വർക്ക് പോലും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പം മിനിയാന്ന് MLA പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ 8-9 ആ നാളികേര പാർക്കിൻ്റെ ഏതാണ്ട് പണി പുരോഗമിച്ചു വരികയാണ്. 9ഓളം കമ്പനികളുടെ അപേക്ഷ സ്വീകരിച്ചു. എന്തിനാ പോലും അപേക്ഷ സ്വീകരിച്ചത്? എനിക്ക് തോന്നുന്ന ആ അപേക്ഷ പന്നീനെ വെടിവെക്കാനുള്ള അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടാവും. കാരണം പന്നികൾ മുഴുവൻ ഓടി, അവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്, വന്യമൃഗങ്ങൾ. അപ്പോൾ അത് വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിക്കുക, അല്ലെങ്കിൽ ഇവർ നിക്ഷേപകർ വരുമോ ചെയ്തിട്ടുണ്ടാവും. വേറെ എന്ത് നിക്ഷേപം? ആ കൊടുങ്കാട്ടിൽ, ആ കൊടുംബനത്തിൽ ഒന്നും ചെയ്യാതെ എന്ത് നിക്ഷേപം ആര് വരാൻ? അപ്പം നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥ അതാണ്. പിന്നെ വേറെന്താ കൃഷിയിൽ നാളികേര കൃഷിയുടെ സാധ്യതയെക്കുറിച്ചും ഉളോറ് മാങ്ങയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. 5 വർഷമായി ഇതെല്ലാം നേരത്തെയും ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. 5 വർഷം കഴിഞ്ഞ് പോകുമ്പോഴും ഒന്നും ചെയ്യാതെ. ഞാനവിടെ ചെയ്തത് ഞാനൊരു പ്രതിപക്ഷ MLA എന്നുള്ള എനിക്ക് ലിമിറ്റുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അതുമാത്രമല്ല, വടകര വിശേഷിച്ച് കുറ്റ്യാടി നിങ്ങൾ കാണേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, കുറ്റ്യാടിയിൽ ഏറ്റവും കൂടുതൽ നാളികേര കൃഷി ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾ 3 പ്രൊജക്റ്റ് കുറ്റ്യാടി ഉണ്ടായിരുന്നു. ഒന്ന് കുണ്ടുതോടായിരുന്നു, മുണ്ടയോട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ നീരയുടെ പ്രൊജക്റ്റ് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്ത സഹകരണ മേഖലയിലാണ്. കമ്പനി ഒന്ന്. രണ്ടാമത്തത് ഉണ്ടായിരുന്നത് ഇവിടെ പ്രൊഫസർ ശശീന്ദ്രൻ മാഷ് ഉണ്ടല്ലോ, അത് ചെമ്മരത്തൂർ. അത് നല്ല നിലയിൽ പ്രവർത്തിച്ചു. വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക്. അവിടെ ഒരുപാട് പ്രൊജക്റ്റൊക്കെ. പിന്നെ വടയത്ത്. ഈ 3ഉം തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഈ ശശീന്ദ്രൻ മാഷ് ഇവിടെയുള്ള അവസ്ഥകളെന്ന് ആലോചിച്ചു. നമ്മളെ വടകരക്കടുത്ത് തന്നെയാണല്ലോ അത്. എന്താ അവിടുത്തെ ഉള്ള അവസ്ഥ? അതൊക്കെ അടച്ചുപൂട്ടി ബഹളവും അടിയും കുലുമാലുമാണ്. എന്തെങ്കിലും ഒന്ന് ഈ മേഖലയിൽ ഇവർക്ക് ചെയ്യാൻ സാധിച്ചോ? കോടിക്കണക്കിന് സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ, ഈ നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ടവൻ്റെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വാങ്ങിയിട്ടുണ്ട് അവിടെ, ഇല്ലേ? അത് വാങ്ങിയിട്ടാണ് ഈ സഹകരണ മേഖലയിൽ തുടങ്ങിയിട്ട് ഗവൺമെൻറ് പൂർണ്ണമായും മുഖംതിരിഞ്ഞു ഈ 10 വർഷവും. അല്ലല്ല, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? UDFൻ്റെ MLA എന്ന നിലയിൽ ഞാൻ 2016 മുതൽ 21 വരെ കാലയളവിൽ ഞാൻ ചെയ്ത പ്രവൃത്തി 2021 ഞാൻ പോകുമ്പോൾ, അന്നേരം ഞാൻ തോറ്റതാണല്ലോ, മത്സരിക്കാതിരുന്നതല്ലാണല്ലോ, തോറ്റുപോയതാണല്ലോ. 2021 എൻ്റെ പ്രചരണ കാലഘട്ടത്തിൽ വെച്ച ബോർഡാണ് ഈ പറഞ്ഞതൊക്കെ. അത് അന്നത്തെ എൻ്റെ
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കാണിച്ചത്. ഞാൻ അന്നിറക്കിയ എൻ്റെ ഫ്ലക്സ് ബോർഡും എൻ്റെ വിഷ്വൽസും ഉണ്ട്. ഇതാ ഇവിടെ ഫസ്റ്റ് കുറ്റ്യാടി ആശുപത്രിയിൽ അതിന് വേണ്ട സൗകര്യം, അതിന് വേണ്ട സംവിധാനമൊക്കെ ഒരുക്കും. അതിനുശേഷം നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ ഇത് മുഴുവൻ ഞാൻ ചെയ്തത് അയാൾ അവകാശപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. 730 കോടി കഴിച്ച് എത്ര കൊണ്ടുവന്നോ സ്വാഗതം ചെയ്യുന്നു, നമ്മളതിലില്ല. പക്ഷേ ഈ 730 കോടി ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ബോർഡ് എങ്ങനെയാണ് വെക്കുക? പാറക്കൽ അബ്ദുള്ള നിങ്ങൾ കാണുന്നില്ല, ഇങ്ങനത്തെ വിവിധ ബോർഡുകൾ നിങ്ങൾക്ക് കാണാം. അതങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതാ? അപ്പോൾ ഇതിങ്ങനെ എൻ്റെ വർക്കെന്തിനാ, ഞാൻ നേരത്തെയുള്ള MLA ചെയ്ത വർക്കെന്തിനാ ഇയാൾ അവകാശപ്പെടുന്നു? നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണിച്ചു തന്നില്ലേ? അതാ ഇതാ, ഇത് ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ ഫോട്ടോ ആണ്. ഇതിൽ അടിയിലായിട്ട് ഈ പാറക്കൽ അബ്ദുള്ള MLA ഒരു പേര് കാണാം, ആസ്തി വികസന ഫണ്ടിൽ നിന്ന്. അതിൻ്റെ മുകളിൽ കുഞ്ഞമ്മദുട്ടി മാഷും. ഇങ്ങനെയാണെങ്കിൽ ഈ കുറച്ച് 10-50 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഓരോ വരുന്ന MLA പേര് മേലെ 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 വെക്കേണ്ടി വരുമല്ലേ? സ്വാഭാവികമായിട്ട് ആദ്യത്തെ MLA പാറക്കലല്ലേ? അല്ല, അത് മാത്രമല്ല, ഉദ്ഘാടനമൊന്നും ചെയ്തില്ല. ഞങ്ങൾ പറയുന്നത് ഞാൻ ചോദ്യം ചെയ്തു, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എടുത്തു നീക്കാനുള്ള നടപടി നടത്തിയില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഇതാണ് PR എക്സസൈസ് എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ UDF ആരോപിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ശ്രീ പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന MLA നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് പുറത്ത് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തിയെന്ന് അവകാശപ്പെടാൻ നിലവിലുള്ള MLAക്ക് സാധിക്കുന്നുണ്ടോ? പ്രധാനമായിട്ടും 3-4 റോഡുകളാണ് പറയുന്നത്. ഒന്ന് അട്ടക്കുണ്ട് കടവ് റോഡ്, രണ്ടാമത്തത് വില്യാപ്പള്ളി ചേലക്കാട് റോഡ്, വേറൊന്ന് കുറ്റ്യാടി ബൈപ്പാസ്. ഈ 3 റോഡുകളും 3 വലിയ പദ്ധതികളും ശ്രീ പാറക്കൽ അബ്ദുള്ളയുടെ കാലയളവിൽ 16 മുതൽ 21 വരെയുള്ള കാലയളവിലായിരുന്നു. അതിന്റെ മുഴുവൻ ഭരണാനുമതി. അതിന് പുറമെ എന്താണ് പുതുതായിട്ട് അവകാശപ്പെടാനുള്ളത്? അവകാശപ്പെടാനില്ല എന്ന് മാത്രമല്ല, ഈ ഐമാസ് ലൈറ്റിന്റെ മുകളിൽ തൻ്റെ ബോർഡ് വെച്ചതുപോലെ നേരത്തെയുള്ള MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നടത്തിയതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 1000 ചില്ലാനം കോടിയുടെ വികസന പ്രവർത്തനം എന്ന് ബോർഡിൽ വെക്കുകയും കണക്ക് കൂട്ടുമ്പോൾ കണക്ക് ടാലി ആകാത്ത സംവിധാനം ഉണ്ടായത്. നേരത്തെ XMLA സൂചിപ്പിച്ചതുപോലെ കുറ്റ്യാടിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹൈലൈറ്റ്സുകളാണ്, ഒന്ന് നാളികേരവും ഒന്ന് കുറ്റ്യാടി പുഴയും, അതുപോലെ തന്നെ മാഹി കനാലും. ഇപ്പോൾ ഒരു ജലഗതാഗതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് MLAക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ MLA ആണ്. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 3 നാളികേര കമ്പനികളാണ് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് മരുതാങ്കര മുണ്ടിയോട്ടുമേലുള്ള ഒരു പദ്ധതി, ഒരു കമ്പനി, വേറൊന്ന് നടുപ്പോയിലുള്ള ശ്രീമതി KK ലതികയൊക്കെ നേരത്തെ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം അവിടെ ഉള്ളൂ. അത് വെറുതെ രാഷ്ട്രീയമായി സങ്കീർണമാക്കി ഇപ്പോൾ കുറ്റ്യാടി റോഡുമായി ബന്ധപ്പെട്ട് CPMന് ഒരു നിലപാടും നേരത്തെ അങ്ങനെ ഒരു റോഡിനെ കുറിച്ചൊരു ഭാവന തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തെളിവ് 2016 ആദ്യ ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് DYFIയുടെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഏത് മണിയൂർ കുറ്റ്യാടി കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിന് 3 കോടി അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ അനുവദിച്ചു കൊണ്ടുവന്നു എത്ര കോടിയാ? അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഇതൊക്കെ പിന്നെ അവിടെ റോഡിൻ്റെ വീതി അതിലെന്തോ തർക്കമുണ്ടെങ്കിൽ തന്നെ അത് അവിടുത്തെ ജനങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ പരിഹരിച്ച് പോകുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അനാവശ്യമായി സങ്കീർണമാക്കി കൊണ്ടുപോകുന്നത് CPMൻ്റെ പാർട്ടി താല്പര്യം മാത്രം. അത് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇരുന്ന് പ്രശ്നം പരിഹരിച്ച് ഒരു മാസം കൊണ്ട് തന്നെ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാവും. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.